പണ്ട് വീഴുക മുറിയുക എന്നതൊന്നും ഒരു പുത്തരിയല്ലായിരുന്നു. കല്ലിലും മുള്ളിലുമൊക്കെ ചാടി നടന്ന് വീണു മുറിഞ്ഞാൽ അതിനുള്ള പരിഹാരം പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ചൂടുള്ള അടിയാണെങ്കിലും നീറുന്ന മരുന്നാണെങ്കിലും. സൂര്യകാന്തിയുടെ ഫാമിലിക്കാരായ ഈ ചെടിയാണ് ട്രൈഡാക്സ്. നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിയുടെ പേരെന്താണ്? ഒടിയൻ പച്ചയെന്നും ഇവയ്ക്ക് പേരുണ്ട്. മുറിവുണ്ടായാൽ ഇതിന്റെ നീര് പുരട്ടിയാൽ പെട്ടെന്ന് മുറിവുണങ്ങുമെന്നാണ് പറയാറ്. സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി തുടങ്ങി ഒരുപാട് ഗുണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ച ചെടിയെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഓടിച്ചാടി മുട്ടുപൊട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്തുമ്പോൾ ഇതിന്റെ ഇല മുറിവിലും വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ തന്നെ കമ്പ് കൊണ്ട് അടിയും കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു അധിനിവേശ സസ്യമാണ്. ആസ്റ്ററേസിയ കുടുംബമായ സൂര്യകാന്തിയുടെ കുടുംബത്തിലാണ് ഇവരുൾപ്പെടുന്നത്. ഇതിന്റെ പേരിനു പിന്നിൽ രണ്ട് കഥകളുണ്ട്. ഒന്ന്, ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വ്യാപനം പോലെയാണ് ഈ ചെടിയുടെ അതിവേഗത്തിലുള്ള വ്യാപനം എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാഘട്ടങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ മുറിവുണക്കാൻ ഈ ഇലയുടെ നീര് സഹായിച്ചെന്നാണ് മറ്റൊരു കഥ. വളമായും ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. പേരുപോലെ തന്നെ മുറിവ് പെട്ടെന്നുണങ്ങാൻ സഹായിക്കുന്ന മുറികൂട്ടി അലങ്കാര സസ്യമായിട്ടും പലയിടത്തും വളർത്താറുണ്ട്. ഒറ്റ നോട്ടത്തിൽ ചീര പോലെയുണ്ടല്ലേ? മുറിവ് വന്നാൽ ഇതിന്റെ ഇല ചതച്ച് നീര് പുരട്ടിയാൽ വളരെ വേഗം മുറിവുണങ്ങുകയും രക്തം വരുന്നത് നിൽക്കുകയും ചെയ്യും. ഇലയുടെ മുകൾ വശം പച്ച കലർന്ന ചാര നിറവും അടിവശം ചുവപ്പ് കലർന്ന വയലറ്റ് നിറവുമാണ്. എല്ലായിടത്തും കണ്ടുവരുന്ന തൊട്ടാവാടിയെ ഒന്ന് തൊട്ട് വാടിക്കാത്തവരായും മുള്ളുകൊണ്ട് നോവാത്തവരായും ആരും തന്നെ കാണില്ല. ഇത് ഔഷധ സസ്യങ്ങളുടെ കൂടെ ഉൾപ്പെടുന്നവരാണ്. തൊട്ടാവാടിക്ക് നീരും വേദനയും കുറയ്ക്കാനും മുറി ഉണക്കാനും കഴിയുമെന്ന് പറയപ്പെടുന്നു. സെലാജിനെല്ല ഒരു ടെറിഡോഫൈറ്റ് ആണ്. ഇതിന് പൂവോ കായോ ഒന്നും തന്നെയില്ല. വേനൽക്കാലത്ത് ഉണങ്ങി കരിഞ്ഞു പോവുകയും മഴക്കാലത്ത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്യുന്ന ഇവരെ കയ്യാലകളിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഇതിന് ഒരുപാട് ഇനങ്ങളുണ്ട്. മുറിവ് പറ്റിയാൽ അരച്ചിടുന്ന മറ്റൊരു ചെടിയാണിത്. ശീവോതി എന്നും പറയാറുണ്ട്.